കൊണ്ട് നേട്ടം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോ എന്തെടുത്തു? സിമിയുടെ നേതാക്കന്മാർ പതുക്കെ അതിൽ നിന്ന് ചുവട് മാറ്റി, സിമിയിൽ നിന്ന് ചുവട് മാറ്റി. മാത്രമല്ല, മാറ്റുക മാത്രമല്ല ചെയ്തത്, വളരെ പരസ്യമായി മറ്റൊരു സംഘടന, എന്താ പേരെന്ന് മാറ്റി, NDF. പേര് മാറ്റി, സിമിയുടെ പേര് മാറ്റി, സിമിയുടെ നേതാക്കന്മാര് മാറി. സിമിയുടെ നേതാക്കൾ എന്നതിന് പകരം NDF-ന്റെ നേതാക്കന്മാർ ഇല്ലേ? അങ്ങനെ NDF-ന്റെ നേതാക്കന്മാര് വന്നു. ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പിറവികൊണ്ട സിമി, ആ സിമിയുടെ ആദർശം തന്നെയാണ് ഈ NDF-നും ഇവിടെ പറയാനുണ്ടായിരുന്നത്. സിമിയുടെ ആദർശം തന്നെയാണ് NDF-നും പറയാനുണ്ടായിരുന്നത്. ഒരു വാർത്തയുണ്ടായിരുന്നു, ഇവിടെ കാണിക്കാൻ സമയമില്ല. എന്താന്നല്ലേ, ഇവിടെ വളരെ ഔദ്യോഗികമായി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നൊരു വാർത്ത. സിമി അതിന്റെ രൂപമാറ്റമാണ് NDF എന്ന് വളരെ പച്ചയായ തെളിവ് നൽകുന്ന വാർത്ത. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അത് ഞാൻ വിശദീകരിച്ചു തരാം, ആ വാർത്ത തന്നെ കാണിച്ചു തരാം. എന്നാൽ ആ ഒരു വാർത്തയില് അതിനെക്കുറിച്ചൊരു വിശദീകരണം NDF-ന്റെ നേതാക്കന്മാരോട് ചോദിച്ചു. എന്താ ചോദിച്ചതറിയോ? സിമിയുടെ നേതാക്കന്മാർ അവര് മാറിയിട്ടാണല്ലോ NDF ഉണ്ടായത്, അപ്പൊ NDF എന്ന് പറയുന്ന സംഘടന സിമി തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അവരെ നൽകിയ മറുപടി എന്താണല്ലോ, അതിന്റെ NDF-ന്റെ നേതാക്കന്മാർ നൽകിയ മറുപടി എന്നറിയോ? സിമിയിൽ നിന്ന് രാജിവെച്ച പലരും മുസ്ലിം ലീഗിൽ ചേർന്നിട്ടുണ്ട്, കമ്മ്യൂണിസത്തിൽ ചേർന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ചേർന്നിട്ടുണ്ട്, ഇവിടെ ചേർന്നിട്ടുണ്ട്, പലയിടത്തും ചേർന്നിട്ടുണ്ട്, ചില NDF-ലും ചേർന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എങ്കിലും ചോദിക്കട്ടെ, ഇവിടെ മുസ്ലിം ലീഗിൽ ചേർന്ന സിമിയിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന ആരെങ്കിലും ആ വാചകം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ സിമിയുടെ ആദർശം പ്രഖ്യാപിക്കുന്നുണ്ടോ? അലി ശരീഅത്തിന്റെ വാദഗതികളുമായി നടക്കുന്നുണ്ടോ? ഊരു ചുറ്റുന്നുണ്ടോ? വിശദീകരിക്കണം. ഇല്ല. സിമിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് CPI-യിലോ CPM-ലോ ചേർന്ന ആരെങ്കിലും സിമിയുടെ പഴയ വാദഗതികൾ പറഞ്ഞെടുക്കുന്നുണ്ടോ, പ്രചരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ സിമിയിൽ നിന്ന് രാജിവെച്ച് NDF-ൽ ചേർന്ന പലരും അതേ സിമിയുടെ വാദഗതികളും സിമിയുടെ പ്രഖ്യാപനങ്ങളും നാട്ടിൽ പറഞ്ഞെടുക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രകടമായ തെളിവ് 2005 പുറത്തിറങ്ങിയ തേജസ് ദ്വൈവാരികയുടെ പേരിൽ പുറത്തിറങ്ങിയ കലണ്ടർ, ആ കലണ്ടർ തന്നെ വളരെ വ്യക്തമായ തെളിവ് ധരിക്കുകയാണ് അതിന്. കാരണം ജമാഅത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും NDF-ന്റെ കലണ്ടറില്, ജമാഅത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും NDF-ന്റെ കലണ്ടറില്. ആരാധ്യം ഹസനുൽ ബന്ന. ആരാ ഹസനുൽ ബന്ന? NDF-ഉം ഹസനുൽ ബന്നയായിട്ട് എന്താ ബന്ധം? വിപ്ലവകാരിയൻ, മഹാത്മാഗാന്ധിയെ പോലെ, അതുപോലെ തന്നെ ടിപ്പു സുൽത്താനെ പോലെ വലിയ വിപ്ലവകാരിയാണ് ഹസനുൽ ബന്ന. NDF-കാരന്റെ വിപ്ലവകാരിയാണ്. കാരണം എന്താ? ഓന്റെ തലയിൽ ഹസനുൽ ബന്നയാണ്, അവന്റെ തലയിൽ ഹസനുൽ ബന്നയാണ്. ഖുമൈനിയുടെ ചിന്താഗതി ഏറ്റുപറഞ്ഞ, മൗദൂദിയുടെ ചിന്താഗതി ഏറ്റുപറഞ്ഞ ഹസനുൽ ബന്ന NDF-ന്റെ തലയിലുണ്ട്. ഞങ്ങൾക്കറിയാമത്. മാത്രാണോ? ഹസനുൽ ബന്ന കൊണ്ട് തീർന്നോ? ഇല്ല. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, വായിച്ചില്ലേ? അലി ശരീഅത്തിന്റെ രക്തസാക്ഷ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞ പ്രവാചകന്റെ സഹാബികള് അതേ ഒരു ദീനാർ നിശ്ചയിച്ച ഹദീസുകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് വാദിച്ച അലി ശരീഅത്തി, ആ അലി ശരീഅത്തിയുമുണ്ട് എവിടെ? തേജസിന്റെ കലണ്ടറില്. ചോദിക്കട്ടെ, എങ്ങനെ ഇവയാൾ കടന്നു വന്നു തേജസിന്റെ കലണ്ടറില്? അലി ശരീഅത്തി എന്ന ഷിയാ നേതാവും NDF-ഉം തമ്മിലുള്ള ബന്ധം എന്താ? ഇതാ സിമിക്കാരൻ ഇവിടെ അലി ശരീഅത്തിയുടെ പുസ്തകം തന്നെ പുറത്തിറക്കിയെങ്കില് ഇതാ കലണ്ടർ നോക്കി NDF-കാരൻ അലി ശരീഅത്തെ പരിചയപ്പെടുന്ന ഒരു മാസം NDF-കാരന്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നു അലി ശരീഅത്തി. എന്ത് പറയാ? മികച്ച കൃതികളിൽ, ഇസ്ലാമിക സാഹിത്യ രംഗത്ത് മികച്ച കൃതികളിൽ പലതും ഈ ലോകത്തിന് സംഭാവന ചെയ്ത ആളാണ് അലി ശരീഅത്തി. കണ്ടോ, മികച്ച കൃതി ആണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആളുകളെ ചീത്ത പറയുന്ന കൃതി, അതാണോ NDF-കാരന്റെ മികച്ച കൃതി? ആണോ? അപ്പൊ പരിചയപ്പെടുത്തുകയാണ്. NDF-കാരൻ സാധാരണക്കാരൻ, NDF എന്തെന്നറിയാത്ത, സിമി എന്തെന്നറിയാത്ത, ജമാഅത്ത് എന്തെന്നറിയാത്ത, അലി ശരീഅത്തെ അറിയാത്ത സാധാരണക്കാരായ ആളുകളുടെ തലമണ്ടക്ക് ഈ സിമിയുടെ, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷബീജം അടിച്ചു കയറ്റുകയാണ് NDF-കാരൻ ഇവിടെ ചെയ്യുന്നത്. തീർന്നോ? അതുകൊണ്ട് അവസാനിച്ചോ? അലി ശരീഅത്തെ കൊണ്ട് നിർത്തിയോ? ഇല്ല. നേരെ മറിച്ച് ഇതാ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ മറ്റൊരു നേതാവ്. ആരാണ് അദ്ദേഹം? സയ്യിദ് കുത്തുബ്. സയ്യിദ് കുത്തുബുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച സയ്യിദ് കുത്തുബ് അല്ലേ? ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന പുസ്തകം, IPH മലയാളത്തിൽ ഇറക്കിയ പുസ്തകം, ആ പുസ്തകത്തിലൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച സയ്യിദ് കുത്തുബ് NDF-കാരന്റെ കലണ്ടറിൽ തൂങ്ങി. ഈ സയ്യിദ് കുത്തുബും NDF-ഉം തമ്മിലുള്ള ബന്ധം എന്താ?
ബന്ധമെന്താ? ഓ വിപ്ലവകാരിയാണത്രേ. ആരെപ്പോലെ? രാജീവ് ഗാന്ധിയെ പോലെ, ടിപ്പു സുൽത്താനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, അതേ ഉമർ മുഖ്താറിനെ പോലെ ഉള്ള വിപ്ലവകാരിയാണത്രേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അഴിമതി ആരോപണം നടത്തിയവനാണോ വിപ്ലവകാരി? ഓന്റെ വിപ്ലവമാണോ NDF-കാരന്റെ വിപ്ലവം? വ്യക്തമാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള മുഴുവൻ തീവ്രവാദ പ്രസ്ഥാനം, ആ പ്രസ്ഥാനങ്ങൾക്കും ലോകാടിസ്ഥാനത്തിലും കേരളാടിസ്ഥാനത്തിലും ജമാഅത്തെ ഇസ്ലാമി ബീജാഭാവം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ ശബ്ദം കേൾക്കുന്ന ആരും തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഇസ്ലാമിന്റെ രാഷ്ട്രീയമായി മനസ്സിലാക്കരുത് എന്ന് മാത്രമാണ് ഈ പ്രഭാഷണത്തിന്റെ അവസാന വാചകമായി ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത്, പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ സമാധാനപൂർവകമായ, അത് ഏതൊരു സാഹചര്യത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന സമ്പൂർണമായ ആദർശം വളരെ വ്യക്തമായി പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിക്കുകയും ഇസ്ലാമിനെതിരെ കടന്നു വന്ന ഇത്തരം ഇത്തിക്കണ്ണികൾ മുഴുവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമികമായ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു പുറത്തേക്കറിയുവാനുള്ള തന്റെ ഇടം ലോക മുസ്ലിങ്ങൾ എല്ലാവരും എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ രൂപത്തിലുള്ള പരിശ്രമം നടത്തണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.